നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ വിഷു ഫലത്തിലേക്ക് സ്വാഗതം. അശ്വതി മുതൽ 27 നക്ഷത്രങ്ങളുടെയും ഈ 2026 വിഷു ഫലം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആയില്യം വരെയുള്ള നക്ഷത്രങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് മകം നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു വർഷം 2026 വിഷു മുതൽ 2027 വിഷു വരെയുള്ള ഫലങ്ങളെ പറ്റിയാണ് പറയുന്നത്. മകൻ നക്ഷത്രം എന്ന് പറയുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന ഒരു നക്ഷത്രമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന ഒരു പൂർണ്ണ നക്ഷത്രമാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കണ്ടക ശനി ദോഷം മാറിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ വ്യാഴം ഈ ജൂൺ മാസത്തിൽ അനുകൂല സ്ഥാനത്തേക്ക് വരുന്നതുമായ ഒരവസ്ഥയാണ്. കണ്ടകശനിയുടെ ചില ദോഷങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ മകൻ നക്ഷത്രം ഉൾപ്പെടുന്ന ചിങ്ങം രാശിക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വ്യാഴം ജൂൺ മാസത്തിൽ അനുകൂല സ്ഥാനത്തേക്കാണ് ഇവർക്ക് വരുന്നത്. ഇവരുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ ഈ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥാനത്തേക്കുള്ള വരവോടുകൂടി സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഉന്നതി ഉണ്ടാകും, കടബാധ്യതകൾ തീരും. അങ്ങനെ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥാനത്തേക്കുള്ള വരവോടുകൂടി ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു വലിയ പരിഹാരവും ആശ്വാസവുമൊക്കെ ലഭിക്കുന്ന ഒരു വിഷു വർഷമാണിത്. വിവാഹം, വിദ്യാഭ്യാസം, വീട്, വാഹനം, തൊഴിൽ, സാമ്പത്തികം തുടങ്ങി എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ആദ്യമായി നമുക്ക് സാമ്പത്തിക കാര്യം എങ്ങനെയാണ് എന്ന് തന്നെ നോക്കാം. ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിനെ നിയന്ത്രിക്കുന്നത് അവൻ്റെ കയ്യിലേക്ക് എത്തുന്ന സാമ്പത്തികമാണല്ലോ. അതുകൊണ്ട് സാമ്പത്തികം എങ്ങനെയാണ് എന്നത് നോക്കാം. സാമ്പത്തിക സ്ഥിതി ഈ വിഷു വർഷത്തിൽ വളരെ മെച്ചപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. കാരണം വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം തന്നെയാണ്. ജൂൺ മാസം വരെ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ മാന്ദ്യതയോ അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകും. പക്ഷേ ആ തടസ്സങ്ങളെ ഒന്നും നിങ്ങൾ മുഖവിലേക്കെടുത്ത് പിന്തിരിഞ്ഞ് പോകാതിരിക്കുക. ജൂൺ മാസത്തോടുകൂടി വ്യാഴത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് അനുകൂല സ്ഥിതിയിലേക്ക് വരുമ്പോൾ സാമ്പത്തികപരമായി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറുകയും നിങ്ങൾ മുൻകാലങ്ങളിൽ, അതായത് ഇപ്പോഴൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതികൾക്ക് വലിയൊരു ഉന്മേഷവും പുനർജീവനും ഊർജവുമൊക്കെ ലഭിക്കുകയും അത് നിങ്ങളുടെ കയ്യിലേക്കുള്ള ധനവരവ് വർദ്ധിപ്പിക്കുവാനും ഇടയാകും. മുൻപുണ്ടായിരുന്ന കടബാധ്യതകൾ തീർക്കാൻ തീർച്ചയായും കഴിയുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. സാമ്പത്തികമായ ബാധ്യതകളിൽപ്പെട്ടുള്ള നിങ്ങളുടെ മനപ്രയാസം, കഷ്ടപ്പാടുകൾ, അപമാനം ഇതെല്ലാം മാറും. നിങ്ങൾ ശിരസ് കുനിച്ച് നിന്നിരുന്ന, അപമാനിക്കപ്പെട്ട് നിന്നിരുന്ന സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഉന്നതിയിലേക്കുള്ള യാത്രയ്ക്ക് അനുകൂലമായൊരു സ്ഥിതിയാണ് വരുന്നത്. സാമ്പത്തികപരമായ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി ജൂണിൽ വ്യാഴം അനുകൂലമായി വരുമ്പോൾ മെച്ചപ്പെടും, നന്നായി വരും. അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങൾക്ക് ഉണ്ടാകുവാൻ വളരെ സാധ്യതയുണ്ട്. അത് നിങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്തു വച്ചിരുന്ന പല പദ്ധതികളിൽ നിന്നും വളരെ വലിയ ധനം ലഭിക്കാം. നിങ്ങൾ വിൽക്കാനോ കൈമാറാനോ ഇട്ടിരുന്ന വസ്തുവകകളോ വാഹനങ്ങൾ തുടങ്ങിയവയിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു ലാഭത്തിൽ, മോഹവിലയ്ക്ക് അത് വിറ്റ് നിങ്ങളുടെ കൈകളിലേക്ക് ധനം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ബാങ്ക് ലോണുകൾ അല്ലെങ്കിൽ വായ്പാ പദ്ധതികൾ, ചിട്ടികൾ, മ്യൂച്വൽ ഫണ്ട് പോലുള്ള എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ പണം ഒക്കെ, ഇൻഷുറൻസ് പദ്ധതികൾ, ഇതിൽ നിന്നൊക്കെയുള്ള പണം, ചിട്ടികൾ, ഇതിൽ നിന്നൊക്കെയുള്ള ലാഭം അത് മെച്ചറായി നിങ്ങളുടെ കൈകളിലേക്ക് ഈ സമയത്ത് എത്തുവാൻ സാധ്യതയുണ്ട്. കൂടാതെ സമ്മാന പദ്ധതികളിൽ നിന്നും നിങ്ങൾക്ക് പണം ലഭിക്കുവാനും വ്യാഴത്തിൻ്റെ സ്ഥിതി കാരണമാകും. അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായി ധനം, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നോ സമയത്തോ നിങ്ങളുടെ കൈകളിലേക്ക് ധനം വരും. ധനം വരാനുള്ള ധാരാളം പുതിയ സ്രോതസ്സുകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. നിങ്ങളുടെ ഔദ്യോഗിക രംഗത്തോ കർമ്മ മേഖലയിലോ ഒക്കെ അല്ലെങ്കിൽ ബിസിനസ് വ്യാപാര രംഗത്തൊക്കെ ഒരു പുത്തൻ ഉണർവും അതെല്ലാം നിങ്ങളിലേക്ക് സാമ്പത്തികമായ ലാഭം കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു വിഷു വർഷമാണ്. ധൂർത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ സാമ്പത്തികപരമായ കാര്യത്തിൽ ഒഴിവാക്കണം. മാത്രമല്ല ഭാവിയിലേക്ക് നിങ്ങൾ കരുതി വയ്ക്കുവാൻ തീർച്ചയായും ഈ സമയം ശ്രദ്ധിക്കണം. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ നടത്തണം. കിട്ടുന്ന പണം മുഴുവൻ ധൂർത്തടിച്ച് നശിപ്പിച്ച് കളയാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിച്ച് നീങ്ങേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്.
സ്വന്തമായി ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് തറക്കല്ലിടാനോ നിർമ്മാണം തുടങ്ങുവാനോ അത് പൂർത്തിയാക്കി താമസം മാറാനോ ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട്. വീട് തറക്കല്ലിട്ട് അല്ലെങ്കിൽ പാതി വഴിയിൽ വീടിൻ്റെ പണി നിലച്ചു നിന്നിരുന്നവർക്കെല്ലാം ജൂൺ മാസത്തിന് ശേഷം നിങ്ങളുടെ കൈകളിലേക്ക് ധനം വരുമ്പോൾ അത് പൂർത്തിയാക്കാനും അവിടെ കയറി താമസിക്കുവാനുമുള്ള യോഗം ഉണ്ട്. വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് നിങ്ങൾക്ക് ലാഭമുണ്ടാകും. പൂർവികമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് കേസുകളിലോ എന്തെങ്കിലും പെട്ടുകിടന്ന വസ്തുവകകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായ വിധികൾ ഉണ്ടാവുകയും നിങ്ങൾക്കത് നേടിയെടുക്കുവാനും അതിൽ നിന്നും വലിയൊരു ധനലാഭം ഉണ്ടാകുവാനും സാധ്യതയുള്ള സമയമാണ്. ഒരു വാഹനം പുതുതായി വാങ്ങുവാനോ അല്ലെങ്കിൽ പഴയ വാഹനം മാറി പുതിയൊരു വാഹനം വാങ്ങുവാനോ ഒക്കെ സാധിക്കുന്ന വർഷമാണ്. അങ്ങനെ പദ്ധതി ഇട്ടിരിക്കുന്നവർക്കും അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കും. ഗ്രഹനിർമ്മാണത്തിന് നിങ്ങൾ ജൂൺ മാസത്തിന് ശേഷം തന്നെ ഇറങ്ങി തിരിക്കുക. ജൂൺ മാസം വരെ അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നതിൽ കുഴപ്പമില്ല. ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വാഹനത്തിനായാലും ശരി തന്നെ ജൂൺ മാസത്തിന് ശേഷം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ അനുകൂലമായ ധനസ്ഥിതി കൊണ്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അത് സ്വന്തമാക്കുവാൻ തീർച്ചയായും കഴിയും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ വർഷം വിജയകരമായിരിക്കും. പഠനത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഏകാഗ്രത വർദ്ധിക്കുന്ന ഒരു സമയമാണ് പരീക്ഷകളിൽ. അതുകൊണ്ട് തന്നെ മികച്ച വിജയം നേടാൻ ഇവർക്ക് കഴിയും. നിങ്ങളുടെ അലസതകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം മതി. സയൻസ്, ടെക്നോളജി, മാനേജ്മെൻറ്റ് വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് വളരെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു വിഷുവർഷം കൂടിയാണിത്. ഉന്നത പഠനത്തിനായി വിദേശത്തോ പ്രശസ്തമായ സർവകലാശാലകളിലോ പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ വളരെ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും. മാത്രമല്ല സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ ലിസ്റ്റിലുള്ളവർക്കോ ഒക്കെ ഈ വർഷം അനുകൂലമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. മംഗളകരമായ കുറേ കാര്യങ്ങൾ നമ്മുടെ ഭവനത്തിൽ ഈ മകനക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ നടക്കുന്ന ഒരു സമയമാണ്. മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാനും അനുകൂലമായ ഒരു വർഷമാണ്. വിവാഹയോഗം കാണുന്നുണ്ട്. വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് അനുയോജ്യരായ പങ്കാളികളെ കണ്ടെത്തുവാനായി സാധിക്കും. ദീർഘകാലമായി എത്ര ശ്രമിച്ചിട്ടും വിവാഹം നടക്കാതിരുന്നവർക്കും ഈ ജൂൺ മാസത്തിന് ശേഷം വ്യാഴം കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് എത്തുന്നതോടുകൂടി വിവാഹ കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് തീരുമാനമുണ്ടാകും. അതായത് ആ സമയത്ത് നിങ്ങൾ പോയി കാണുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളെ തേടി വരുന്ന ആ പെൺകുട്ടിയെ തേടി വരുന്ന ഒരു പുരുഷനുമായിട്ടുള്ള വിവാഹാലോചന വളരെ പെട്ടെന്ന് തന്നെ തീരുമാനത്തിലെത്തുകയും വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യും. ദമ്പതിമാർക്കിടയിൽ, അതായത് കുടുംബങ്ങളിലെ ദമ്പതിമാർക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ പരിഹരിക്കപ്പെടുകയും കുടുംബത്തിൽ സന്തോഷവും ബന്ധത്തിന് കൂടുതൽ ഊഷ്മളതയും സമാധാനവുമൊക്കെ നിലനിൽക്കുകയും അനുഭവത്തിൽ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു വിഷു വർഷം കൂടിയാണിത്. പുതിയ ബന്ധങ്ങൾ പല വ്യക്തികൾക്കും സ്ഥാപിക്കുവാൻ കഴിയും. പ്രണയിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് എത്തിക്കുവാനോ അല്ലെങ്കിൽ പ്രണയം ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു പ്രണയിനിയെയോ അല്ലെങ്കിൽ പ്രണേതാവിനെയോ ഒക്കെ കണ്ടെത്തുവാൻ, അതായത് നമ്മുടെ ജീവിതത്തിലേക്ക്, അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പങ്കാളിയെ കണ്ടെത്തുവാൻ, അത് വിവാഹബന്ധത്തിലൂടെ ആയാലും ശരി തന്നെ പ്രണയത്തിലൂടെ ആണെങ്കിൽ ശരി തന്നെ കണ്ടെത്തുവാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരുന്ന ഒരു വിഷു വർഷം കൂടിയാണിത്. അപ്പോൾ വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്ന ഒരു സമയമാണ്. മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കുന്ന സമയമാണ്. പിന്നെ സന്താന ഭാഗ്യം കൂടി ദമ്പതികൾക്ക് ലഭിക്കും എന്നുള്ളത് കൂടി പറയുന്നു. അതിനും സാധ്യതയുള്ള ഒരു വർഷമാണിത്. ബന്ധങ്ങളിലെ അടുപ്പം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ദമ്പതികൾ തമ്മിലെന്നല്ല, മാതാപിതാക്കളോ സഹോദരങ്ങളുമായോ അടുത്ത ബന്ധുക്കളുമായോ ഒക്കെ ഉണ്ടായിരുന്ന പിണക്കങ്ങളൊക്കെ മാറി ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങും. അത് ഈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ യാത്രയ്ക്കുള്ള അവസരങ്ങൾ ഒരുങ്ങുന്ന ഒരു കാലം കൂടിയാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴൊന്ന് ശ്രമം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അതിനുള്ള അവസരം ഒത്തുവരും. സർക്കാർ ജീവനക്കാർക്കും വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അർഹമായ പ്രമോഷനും ഉത്തരവാദിത്വമുള്ള സ്ഥാനങ്ങളുമൊക്കെ ലഭിക്കും. തന്മൂലം തന്നെ അവർക്ക് കൂടുതൽ ശമ്പളവും അർഹിക്കുന്ന ആനുകൂല്യങ്ങളുമൊക്കെ
ലഭിക്കുവാനും കൂടി സാധ്യതയുണ്ട്. ബിസിനസ് വിപുലീകരിക്കുവാനായി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ പങ്കാളികളെ ചേർത്ത് ബിസിനസ് വിപുലീകരിക്കാൻ നല്ല സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിനോട് യോജിച്ചു പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ അറിവുള്ളവരെ പങ്കാളികളായി ചേർക്കുവാൻ കൂടി ശ്രമിക്കണം. വിദേശത്ത് നിന്നുള്ള ഓർഡറുകളോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഓർഡറുകളോ അന്വേഷണങ്ങളോ സഹായങ്ങളോ ഒക്കെ ഈ ബിസിനസ് രംഗത്ത് നിങ്ങൾക്ക് ലഭിക്കുവാനും കൂടി സാധ്യതയുണ്ട്. ഇത് കൂടാതെ തന്നെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന മകൻ നക്ഷത്രക്കാർക്ക് പുരസ്കാരങ്ങളോ അല്ലെങ്കിൽ അവരുടെ കഴിവിനുള്ള മറ്റ് അംഗീകാരങ്ങളോ വലിയ വേദിയിൽ പ്രശസ്തരായ അല്ലെങ്കിൽ വളരെ ഉന്നതരായ വ്യക്തികൾ അടങ്ങുന്ന വേദികളിൽ പ്രകടനം നടത്തുന്നതിനുള്ള അവസരം കൂടി ലഭിക്കുന്ന ഒരു വർഷമാണ്. പുതിയ നിക്ഷേപം, നിങ്ങൾക്ക് സ്വർണത്തിലോ ഭൂമിയിലോ ഒക്കെ നിക്ഷേപം നടത്തുവാൻ അനുകൂലമായ സാഹചര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നിങ്ങൾക്ക് പാതി വഴിയിൽ നിങ്ങളുടെ വീട് പണിയായാലും മറ്റെന്ത് കാര്യമായാലും അത് ധനത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളാണെങ്കിൽ അത് തീർച്ചയായും പൂർത്തിയാക്കാൻ ആവശ്യമായ ധനസഹായം നിങ്ങൾക്ക് ലഭിക്കും. ഇനി ആരോഗ്യത്തെപ്പറ്റി പറയാം. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും ഈ മകം നക്ഷത്രക്കാർക്ക്. എങ്കിലും പിതാവിൻ്റെയോ കുടുംബത്തിലെ മുതിർന്നവരുടെയോ ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ അല്പം ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണ്. അതായത് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ഔദ്യോഗിക മേഖലയിലെ തിരക്കുകൾക്കിടയിലും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യവും സന്തോഷവും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ കൂടിയാണ്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് അനാവശ്യമായ ആകുലതകൾ തോന്നിയേക്കാം. ഇത് ഒഴിവാക്കുവാനായിട്ട് നിങ്ങൾ യോഗയോ ധ്യാനമോ ഒക്കെ പരിശീലിക്കുന്നത് നന്നായിരിക്കും. മകം നക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവായതിനാൽ ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള അനാവശ്യ ചിന്തകൾ നിങ്ങളെ അലട്ടുവാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരിക്കലും അനാവശ്യമായ ചിന്തകൾ കൊണ്ടുവരരുത്. പോസിറ്റീവായ ഒരു മനോനില സൂക്ഷിക്കുവാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ വിഷുവർഷത്തിൽ വരുന്ന ചെറിയ ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഗണപതി ഭഗവാനെ ഭജിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങുന്നതിന് ഉത്തമമാണ്. ഗണപതി ഹോമമോ കർഗഹോമമോ നടത്തുക, ഗണപതിക്ക് നാളികേരം മുടക്കുക, ഗണപതി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ സൂര്യ നമസ്കാരം, ചിങ്ങക്കൂർ ആയതിനാൽ ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യവും ഉന്മേഷവും വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയാകും. അങ്ങനെ ആരോഗ്യവും ഉന്മേഷവും ഊർജവും ഒക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഈ അനാവശ്യമായ ചിന്തകൾക്ക് മനസ്സ് ഇടം കൊടുക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നത് നല്ലതാണ്. വ്യാഴാഴ്ചകളിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഭാഗ്യവർദ്ധനവിനും സഹായിക്കും. മകം പിതൃക്കളുടെ നക്ഷത്രമായി കണക്കാക്കുന്നതിനാൽ കർക്കിടക വാഹുവിനോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ നിങ്ങളുടെ പിതൃക്കൾക്ക് ബലിയിടുന്നത് വലിയ ഗുണം ചെയ്യും. പിതൃപരമായ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യത്തിനെ പ്രതികൂലമായി പലപ്പോഴും അലട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിതൃക്കളുടെ ഒരു പ്രീതി ഉണ്ടാക്കുവാൻ ശ്രമിക്കണം. അതിന് ഇങ്ങനെ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ കർക്കിടക വാവിനോ ഒക്കെ ബലിയിടുന്നത് വളരെ വലിയ ഗുണം ചെയ്യും. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നത് കണ്ടക ശനി ദോഷത്തിൻ്റെ ചെറിയ പ്രത്യാഘാതങ്ങൾ പോലും ഇല്ലാതാക്കാൻ സഹായിക്കും. ശാസ്താ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും അവിടെ വഴിപാടുകൾ, നിങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നതും നല്ലതാണ്. മഞ്ഞ വസ്ത്രം, വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുന്നതോ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നതോ ഭാഗ്യം കൊണ്ടുവരാൻ സഹായിക്കും. അത് കൂടാതെ തന്നെ നിങ്ങൾ ഈ ദാനം എന്ന് പറയുന്ന ഒരു കാര്യത്തെ പുണ്യപ്രവൃത്തിയായി മുറുകെ പിടിക്കണം. അത് ആഹാരമോ വസ്ത്രമോ മരുന്നോ ഒക്കെ അശരണരായ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് അർഹരായവരെ കണ്ടുപിടിച്ച് നൽകുന്നത് വളരെ വലിയ പുണ്യമാണ്. അതുകൂടാതെ തന്നെ ദാഹിച്ച് വിശന്ന് വലയുന്ന പക്ഷി മൃഗാദികൾക്കും നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നിങ്ങൾ കള്ളം പറയുകയോ കപടത നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യരുത്. മറ്റുള്ളവരുടെ ഒന്നും അനർഹമായി തട്ടിയെടുക്കുവാനോ ആഗ്രഹിക്കുവാനോ പോലും സത്യത്തിൽ പാടില്ല. അതൊക്കെ നിങ്ങളുടെ ഭാഗ്യത്തെ കെടുത്തുന്ന കാര്യങ്ങളാണ്. സാധു മൃഗങ്ങൾക്ക്, അതായത് ഈ തെരുവ് നായ പോലുള്ളവയ്ക്ക് ആഹാരമോ വെള്ളമോ കിടക്കാൻ ഒരല്പം സ്ഥലമോ ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാലദോഷങ്ങൾ മാറാൻ നിങ്ങളെ അത് സഹായിക്കും. കാലഭൈരവൻ്റെ സന്തത സഹചാരിയായ ഇഷ്ടമൃഗമാണ് നായ. അത് തെരുവ് നായയായാലും വളർത്തു നായയായാലും ഏത് തരത്തിലുള്ളതായാലും ശരി തന്നെ കാക്കകൾക്ക് ആഹാരം കൊടുക്കുവാനായിട്ട് ശ്രമിക്കണം. ഒരു ഉരുള ചോറ് ഒരു ഇലയിൽ വെച്ച് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പുണ്യം വർദ്ധിപ്പിക്കും. അങ്ങനെ മകൻ നക്ഷത്രക്കാർ യാതൊരുവിധ ദോഷകരമായ കാര്യങ്ങളും ചെയ്യാതെ ശുദ്ധ മനസ്സും നല്ല സൽപ്രവർത്തികളുമൊക്കെ ആയി മുന്നോട്ട് പോകണം.
നിങ്ങളെ കാത്ത് നല്ല ഭാഗ്യങ്ങൾ വരുന്ന ഒരു സമയമാണ്. വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥ നിങ്ങൾക്ക് വളരെ വലിയ സൗഭാഗ്യങ്ങൾ നേടിത്തരും. നിങ്ങളുടെ മുൻകാലങ്ങളിലെ കടബാധ്യതകളൊക്കെ മാറ്റി സാമ്പത്തികമായ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നിങ്ങൾക്ക് നാളേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ധനം ബാക്കി നൽകുന്ന ഒരു നല്ല കാലമാണ് ഈ വിഷുവർഷത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. എല്ലാവിധ ഈശ്വര ചിന്തകളോടുകൂടി പുണ്യപ്രവർത്തികളോടുകൂടി അതിനെ സ്വീകരിക്കുക. ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.